ലോകത്തിലെ ഏറ്റവും വലിയ 3 പവറുകളാണ് ഹ്യൂമൻ പവർ, പൊളിറ്റിക്കൽ പവർ, ആമേൻ, റിലീജിയസ് പവർ. ഇതെല്ലാം കൂടെ ചേർന്ന് യേശുവിനെ ആമേൻ കല്ലറയ്ക്കകത്ത് ഒതുക്കി കല്ലുമുരുട്ടി മാറ്റി വെച്ചു. സ്വർഗം 3 ദിവസം മിണ്ടാതെയിരുന്നു. എന്നാൽ 3-ാം ദിവസം പ്രഭാതമായപ്പോൾ മരിച്ചു കിടന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ കാൽപാദങ്ങളുടെ അകത്തുനിന്ന് ശിരസ് വരെ ഒരു സെക്കൻഡ് കൊണ്ട് ശക്തി വ്യാപരിച്ചിട്ട് കല്ലിൻ്റെ ബലത്തെ ഉരുട്ടി മാറ്റി. റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്രയെ പൊട്ടിച്ചു മാറ്റി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന ശക്തിയുടെ വ്യാപാരം എന്തോ, അതാണ് ദൈവശക്തിയുടെ മാനിഫെസ്റ്റേഷൻ്റെ 1-ാമത്തെ തലമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കാൻ പോകുന്നത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരമാണ്. ആമേൻ. പിശാച് ഉരുട്ടി വെച്ച കല്ലുകൾക്ക് എത്ര ടൺ ഭാരമുണ്ടെങ്കിലും ദൈവശക്തി ഇറങ്ങിയാൽ അത് ഉരുളുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോണം. എൻ്റെ ശരീരത്തിൽ ദൈവശക്തി ഇറങ്ങിയാൽ ആമേൻ അത് നോർമലായിട്ട് പൂർവ്വസ്ഥിതിയിലാകുമെന്ന് അതിൽ ഉറപ്പുള്ള ദൈവമക്കൾക്കാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ പവർ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നത്.